ഹായ് ഹലോ. നമ്മൾ ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഈ ഒരു രാത്രിയിൽ ഇപ്പം ചെയ്യണമെന്ന് വിചാരിച്ചല്ല കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 6 ദിവസം മുമ്പ് നമ്മുടെ എംഒയിഷിൻ്റെ അപ്ഡേറ്റഡ് സാലറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു വീഡിയോയിൽ അതിനകത്ത് ഞാൻ വ്യക്തമാക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. സൗദിയിൽ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഓഫർ ലെറ്റർ കിട്ടി ഇങ്ങോട്ടേക്ക് വരാനിരിക്കുന്നവർക്കും ഇൻ്റർവ്യൂ പാസ്സായവർക്കും ഇതൊരു ബാധകമേ അല്ല എന്ന് തന്നെ വ്യക്തമാക്കിയാണ് ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാണ്ട് സൗദിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് സാലറി വെട്ടി കുറച്ചെന്നോ ഒന്നും ഒരു വാക്ക് പോലും ഞാനടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. എല്ലാവർക്കും ജഡ്ജ് ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടം പോലെ കമൻറ്റ് ഇടാനും പറ്റും. പക്ഷേ നിങ്ങൾ ദൈവത്തെ ഓർത്ത് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കിന് ആ വീഡിയോ 2x അല്ലെങ്കിൽ സ്കിപ്പടിച്ച് അല്ലെങ്കിൽ ഓടിച്ചു വിട്ട് കണ്ടിട്ട് അറ്റവും മുറിയും കേട്ടിട്ട് വന്നിട്ട് നമ്മൾ കമൻറ്റ് ബോക്സിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതാൻ നിൽക്കണ്ട. ഞാൻ പറയാത്ത കാര്യങ്ങൾ എഴുതാൻ നിൽക്കണ്ട. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, പൊന്നു എന്ന് പറഞ്ഞൊരു ചേച്ചി സൗദിയിൽ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയാണ്. ഞാനും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എനിക്കും അറിയാം സൗദി അറേബ്യയിൽ അടിപൊളിയാണ്, വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കൺട്രിയാണ്, ടാക്സ് കാര്യങ്ങളൊന്നുമില്ല, സേവ് ചെയ്യാൻ പറ്റുന്നൊരു കൺട്രിയാണ്, എനിക്കും നല്ലപോലെ അറിയാം. പക്ഷേ ചേച്ചി എൻ്റെ പഴയ വീഡിയോസ് ചേച്ചി കാണാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം ചേച്ചി അങ്ങനെ ഒരു കാര്യമായിട്ട് കമൻറ്റ് ബോക്സിൽ ഇട്ടത്. ഞാൻ ഒരിക്കലും നെഗറ്റീവ് അടിച്ചിട്ടില്ല. ഞാൻ കാര്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഇവിടെ വർക്ക് ചെയ്യുന്നവർക്കും ഇൻ്റർവ്യൂ പാസ്സായിരിക്കുന്നവർക്കും ഓഫർ ലെറ്റർ കിട്ടിക്കഴിഞ്ഞവർക്കും ഒന്നും ഇത് ബാധകമേ അല്ല. പുതിയ പിള്ളേർക്കാണ്. അതായത് സൗദി വൽക്കരണം ചേച്ചിക്ക് അറിയാമായിരിക്കുമല്ലോ. സൗദി വൽക്കരണം എന്താണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. സൗദി വൽക്കരണം കാരണം ഇപ്പം ക്ലസ്റ്ററും കൂടെ ആയതുകൊണ്ട് നമുക്ക് 4 years വരെ ഉള്ളവരെ അവർ ഇൻ്റർവ്യൂവിന് അവർക്ക് മതി, അല്ലെങ്കിൽ സൗദിയിലേക്ക് മതി. അപ്പം അവരുടെ സാലറി പാക്കേജാണ് കുറച്ചിരിക്കുന്നത്. ഇനിയും വരാൻ പോകുന്ന എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് നമ്മളോട് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ വേറൊന്ന് ഞാൻ എടുത്ത് നോട്ടീസ് ചെയ്ത് പറയുന്നതെന്ന് വെച്ചാൽ, ഒരു വർഗീസ് നമ്മൾ ഗെറ്റ് റെഡി വിത്ത് മിയോ അല്ലെങ്കിൽ ഒരു ട്രാവൽ വ്ലോഗോ അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഇന്ന് കഴിക്കുന്നത്, വോട്ട് ഐ ഈറ്റോ, ഇതൊന്നുമല്ല ഞാൻ ചെയ്യുന്നത്. ആക്ച്വലി ഒരു പ്രോപ്പർ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഒരു കൺട്രിയിലേക്ക് വരുന്നു, നഴ്സസ്മാരുടെ ആവശ്യം, എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. എനിക്കറിയാമെന്ന് വെച്ചാൽ എനിക്ക് വായി തോന്നുന്ന എല്ലാം ഞാൻ വിളിച്ചു പോയി പറയുന്നു എന്നല്ല വർഗീസ് ചേട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. ചേട്ടനോ ചേച്ചിയോ അനിയനോ അനിയത്തിയോ ഒന്നും എനിക്കറിയില്ല. നമ്മൾ അത്യാവശ്യം എന്താണ് ഇപ്പോൾ ചെയ്യേണ്ടത് അതിനൊരു റെഫറൽ ചെയ്തിട്ട് അന്വേഷിക്കേണ്ടവരടുത്ത് അന്വേഷിക്കുന്നുണ്ട്. നമുക്കിപ്പം ഏജൻസിയിൽ നമ്മൾ അന്വേഷിക്കാറുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഹെഡിൽ നമ്മൾ ചോദിക്കാറുണ്ട്. എല്ലായിടത്തും ചോദിച്ചിട്ടായിരിക്കും നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ എനിക്കൊന്നും അറിയാതെ ഒരു ഡീറ്റെയിൽസ് ആയിട്ട് ഒരു തേങ്ങ അറിയാണ്ട് വളവള പറഞ്ഞിട്ട് പോകാനല്ല ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്ന വീഡിയോസിൽ മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ ഞാൻ ആ പറയാത്ത കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞു എന്ന് വരുത്തി തീർത്തിട്ട് ആയിരിക്കരുത് ആ മിസ്റ്റേക്ക് തീർക്കാൻ വരുന്നത്. അതാണ് ആക്ച്വലി ഞാൻ ഇത് പറയാനാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ടൊരു വീഡിയോ ചെയ്തത്. സോ നിങ്ങൾ വീഡിയോ കണ്ടോളൂ. നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയാം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷേ അഭിപ്രായങ്ങൾ പറയുന്നതിന് തൊട്ട് മുമ്പ് ഇതിപ്പോൾ എൻ്റെ വീഡിയോ ആയിക്കോട്ടെ, ആറ് വീഡിയോ ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം അറ്റ്ലീസ്റ്റ് ആ വീഡിയോ ഒന്ന് ക്ഷമയോട് കൂടി ഇരുന്നിട്ട് 1x തന്നെ ഇട്ടൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. അല്ല 2x അതിനപ്പുറം കേട്ടിട്ട് വളവള കേട്ടിട്ട് അറ്റവും മുറിയും കൊണ്ടിട്ട് ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ വരണ്ട. പിന്നെ അതുപോലെ വീഡിയോ ഇട്ട സമയത്ത് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ സപ്പോർട്ട് ചെയ്തു, നല്ല രീതിയിൽ ചോദിച്ചു. എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ എൻക്വയറി ചെയ്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ക്ലസ്റ്ററിനെ കുറിച്ച് ചോദിച്ച ആൾക്കാരുണ്ട്. സോ ഞാൻ ഡെഫിനറ്റ്ലി അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു രാത്രിയിൽ എനിക്ക് തോന്നി ഇപ്പോൾ ഒരു 12 മണിയായിട്ടുണ്ടാവും ഇവിടെ. ഈ ഒരു അത്യാവശ്യമായിട്ട് ഞാനിത് വന്ന് പറഞ്ഞത് ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനാണ്. കാരണം ഇവരെ 2-3 നെഗറ്റീവ് കമൻറ്റ് എനിക്കവിടെ ഡിലീറ്റ് ആക്കി കളയാം. ഞാൻ ഡിലീറ്റ് ആക്കി കളയുന്നില്ല, കടന്നോട്ടെ. അത് അവരുടെ മിസ്റ്റേക്കിൽ അവരിട്ട കാര്യങ്ങളായിരിക്കും. അതുകൊണ്ട് മാത്രം ഞാനൊന്ന് ക്ലാരിഫൈ ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. സീ യു സൂൺ.